കാവ്യവൽക്കരിക്കുക, ആത്മീയതയെ രാഷ്ട്രീയവൽക്കരിക്കുക, വർഗീയ വിദ്വേഷം വളർത്തുക എന്നിവയാണ് BJPയുടെ അജണ്ട. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭരണകക്ഷിയായ BJPയുടെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ DMKയ്ക്ക് ജനാധിപത്യ ശക്തിയുണ്ടെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്റെ പാർട്ടി കേഡറിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് തയ്യാറാക്കിയ കത്തിൽ അറിയിച്ചു. ഹിന്ദിയും സംസ്കൃതവും അടിച്ചേൽപ്പിക്കാനുള്ള BJPയുടെ ശ്രമത്തെക്കുറിച്ചും ബഹുമാന്യനായ തിരുവള്ളുവർ ഉൾപ്പെടെയുള്ളവരെ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ കാവി നിറം നൽകാനുള്ള BJPയുടെ നീക്കത്തിലും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. BJPയുടെ പ്രവർത്തനങ്ങൾ സംസ്കാരത്തെയും മാതൃഭാഷയെയും നശിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യപരമായി ഈ ശ്രമങ്ങളെ നേരിടാൻ DMK സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനങ്ങളുടെ സ്വയംഭരണം എന്ന പ്രമേയത്തിൽ സേലത്ത് നടക്കുന്ന DMK യുവജന വിഭാഗത്തിന്റെ വരാനിരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാന സമ്മേളനം സംസ്ഥാനത്തുടനീളം കാവ്യവൽക്കരണത്തെ ചെറുക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ഒരു വേദിയാണ്. BJPയുടെ രാഷ്ട്രീയത്തെ ജനാധിപത്യപരമായി പരാജയപ്പെടുത്താനുള്ള കരുത്ത് DMKയ്ക്ക് ഉണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും കാവ്യവൽക്കരണ അജണ്ടയ്ക്കെതിരെ പോരാടേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം വിവരിച്ചു. 10 വർഷത്തെ BJP ഭരണത്തിൽ വിദ്യാഭ്യാസം, ഭാഷ, സാമ്പത്തികം, നിയമപരമായ അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ വളരെ വലിയ കടന്നുകയറ്റമാണ് അവർ നടത്തിയത്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്കൊപ്പം നിയുക്ത ഗവർണർമാരുമായി സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJPയുടെ സമീപനത്തെ അദ്ദേഹം വിമർശിച്ചു. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർമാരുടെ ക്രൂരത ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന യൂണിയൻ ശക്തമായി തുടരണമെങ്കിൽ അധിക അധികാരങ്ങൾ സംസ്ഥാനങ്ങളിൽ നിക്ഷിപ്തമാക്കണമെന്നും സ്റ്റാലിൻ ഊന്നി പറഞ്ഞു. സേലം സമ്മേളനത്തിന്റെ പ്രമേയമായ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണം എന്ന വിഷയം ഫെഡറലിസത്തിന്റെ തത്വങ്ങളിൽ അധിഷ്ഠിതമായി ഇന്ത്യൻ യൂണിയനിൽ നിക്ഷിപ്തമാണെന്നും ഇന്ത്യൻ യൂണിയന്റെ വളർച്ച ഈ പ്രവർത്തനത്തിന് നിർണായകമാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു.